സഹായിക്കട്ടെ അമ്മ. അപ്പൊ അമ്മ വേറെ വേണ്ട. ഇനി ആ 10 രൂപ മുക്കിയാ തിന്നെ. അതല്ലേ അറിയാം. അച്ചു മാമി കണ്ട് അടിപൊളി ഡാൻസ് ആയിരുന്നു. മുത്തുമണീസ്. അപ്പോൾ ഇപ്പം നമ്മളെ നിൽക്കുന്നത് ഇടമണ്ണാണ് കേട്ടോ. ഇടമണ്ണതി നമ്മുടെ കടയുടെ അവിടെ നിൽക്കുവാണ്. എന്നും നമ്മുടെ വീട്ടിൽ വെച്ചല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടമണ്ണ് വന്നു കേട്ടോ. ഈ ഫുള്ള് വീഡിയോ ഇടമണ്ണ് വെച്ചായിരിക്കും കേട്ടോ. പൊന്നു എന്തു പറയുന്നേ? എന്തുവാ? അപ്പോൾ അത്തായ വേറൊരു ടീച്ചർ പൊക്കി പറഞ്ഞത് പറയൂ, അത്തായെ സൂപ്പിക്കാൻ. അണ്ണന് സന്തോഷമല്ലേ ടീച്ചർ പറഞ്ഞല്ലേ? അപ്പോൾ ഇന്ന് വിശേഷം എന്താണെന്ന് വെച്ചാൽ അച്ചുവിൻ്റെ അപ്പൂസിൻ്റെയൊക്കെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അണ്ണൻ്റെ അക്ക എന്ന് പറയുമ്പം ചിലരൊക്കെ കമൻറ്റ് ആരാന്നേ. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അണ്ണൻ്റെ പെങ്ങളാണ് കേട്ടോ. പെങ്ങളുടെ മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നമ്മളിന്ന് സ്കൂളിൽ പോയി ആനുവൽ ഡേയും പരിപാടിയൊക്കെ കണ്ടിട്ട് ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യും. അക്കയുടെ വീട്ടിൽ കിടക്കും. എന്നിട്ട് നാളെ ഒരു ദിവസം കുറച്ച് പരിപാടിയൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. മിണ്ടല്ലേ ഞാൻ അവര് വീഡിയോ കാണുമ്പോഴേ അറിയാം ഞാൻ സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ ഉടനെ പൊളിക്കാൻ വരും. അപ്പൊ അത്തായും അമ്മായും ഉണ്ട് കടയിലെ. അക്ക അവിടെ പറയും ഞങ്ങൾ അവിടെ നിന്ന് അത്തായി അമ്മായി പോയി പോവാതെ. അതെന്താ കള്ളമെന്ന് പറയുക. ഇങ്ങോട്ട് വന്ന് മോനൂട്ടനോട് പറഞ്ഞു ഞങ്ങൾ ചിലപ്പോഴേ അവിടെ കിടക്കൂ, നിങ്ങൾ പൊന്നൂസും മോനൂട്ടനും കിടന്നോന്ന് പറഞ്ഞ്. അതിനാ പറഞ്ഞത് ഞങ്ങൾ കള്ളോ പറയുന്നത്, ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കത്തില്ലെന്ന്. അപ്പം അത്തായി അമ്മയുണ്ട് അകത്ത്. അക്ക പുനല് വരെ പോയേക്ക് ഇപ്പോൾ വരും. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്കൂളിലോട്ട്. അണ്ണൻ്റെ നീളത്തിനൊത്ത് എനിക്ക് എത്തത്തില്ല കൈ. ഈ ഡ്രസ്സ് ഇന്നലെ അക്ക തന്നെയാണ് കേട്ടോ. അക്കക്ക് ചെറുതായപ്പോൾ അക്ക എനിക്ക് തന്നെയാണ്. പക്ഷെ എനിക്കും ഇത് ഇറുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഭാഗത്തോട്ട് കയറാം. ഞങ്ങളുടെ വീട് പണിഞ്ഞ ബംഗാളി ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ മേശൻ, അവർ കടയിൽ ചായ കുടിക്കുന്നു. അണ്ണനെ ബായ് ഇന്ന് അമ്മായി നോക്കാം. നമ്മ കടയിൽ നിസ്കരിക്കാം കേട്ടോ. അവരുടെ വിരിന്നിരിക്കും. അവരുടെ തിരിയടി കണ്ണി. വാങ്ങാം. മിനറൽ വാട്ടർ എടുക്കാം. എനിക്ക് അത്ത മനസ്സിലായിരിക്കുന്നു. അത്തമ്മ ഇറങ്ങി വരട്ടെ. ഹായ്, എന്താ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ മേശിരി? എവിടെ ജോലി എവിടെ? ഇവിടെ ഇടമണ്ണ്. ഒളിച്ചിരിക്കുമല്ലോ. അതമ്മ നിസ്കരിക്കും. അതമ്മയോടെ ഒളിച്ചിരിക്കുന്നു. അമ്മ ഒരു മിനറൽ വാട്ടർ അങ്ങ് എടുത്തു കൊടുക്കും. തണുപ്പില്ലാത്ത കാറി വെള്ളം തീർന്നു. ഇയാളെ ജ്യൂസൊന്നും വേണ്ട ഇപ്പം. അണ്ണൻ്റെ അക്ക ടൗണിൽ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് കേട്ടോ. അക്കക്ക് ചെറിയൊരു പനി. അപ്പോൾ അക്കായെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നേരം കടയിൽ നിന്നത്. അപ്പോൾ അക്ക വരാൻ കുറച്ചുകൂടെ താമസിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ അണ്ണൻ്റെ അമ്മയായിട്ട് നേരെ അക്കയുടെ വീട്ടിലിങ്ങ് വന്നു കേട്ടോ. ഇറങ്ങി വാ മോനൂട്ടാ. പൊന്നു മോണ്ടനോ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വാ. ബാബാ പൊന്നു അവിടെ വെച്ചോ. അമ്മയുടെ ഫോൺ അതിൽ തന്നെ വെച്ചോ. എന്തുവാ തെറ്റിദ്ധരിച്ചത്? അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാണ് ഭൂമി. അതല്ല അതിനകത്ത് എഴുതിയിട്ടുണ്ട് സൂര്യനാ ഏറ്റവും വലുത്. ബാ ചോറുണ്ടാവും. അപ്പോഴത്തേക്ക് അക്ക വരും. എന്നിട്ട് നമുക്ക് വേഗം പോകണ്ടേ. സ്കൂളിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എപ്പോൾ വരും എന്ന് പറഞ്ഞാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമ്മ അതേ ചോറും ചാളക്കറിയും ചീരത്തോരനും ചാള പൊരിച്ചതും കൂടെ തന്നിട്ടോ. ഞാനും അണ്ണനും പൊന്നൂസും 3 കുട്ടനും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ 8 മണിയായപ്പോഴാണ് അക്ക വന്നത്. നമ്മളിവിടെ 6:50 ആയപ്പോൾ തൊട്ട് വന്ന് വെയിറ്റ് ചെയ്യാണ്. പിന്നെ അക്ക, പാത്തു, കുഞ്ഞ്, അമ്മ എല്ലാവരുമായിട്ട് സ്കൂളിൽ വന്നു കേട്ടോ. ആദ്യം നമ്മൾ അച്ചുവിൻ്റെയൊക്കെ ക്ലാസ്സിൻ്റെ അവിടെയാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഉടുപ്പാന്നല്ലോ. പക്ഷെ തറയിൽ കുറച്ച് ഇങ്ങനെ ആയിപ്പോ അല്ലേ? കൊള്ളാം, അടിപൊളി. അങ്ങനെ കിടക്കുന്നേ അമ്മ. അച്ചുവിൻ്റെ ടീച്ചറിനെ കണ്ടപ്പോഴേ ടീച്ചർ അക്കായോട് പറഞ്ഞു പ്രോഗ്രാം അച്ചുവിൻ്റെ ഡാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ സങ്കടമായി. അക്ക കാരണമാണ് ലേറ്റ് ആയത്. പിന്നെ നമ്മൾ നേരെ അച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അച്ചു അടിപൊളിയായിട്ട് കണ്ട്. മാമി കണ്ട്. അച്ചു മാമി കണ്ട്. അടിപൊളി ഡാൻസ് ആയിരുന്നു.
ഓ വീഡിയോ എടുക്കട്ടെ എല്ലാരെയും. പൊന്നു കൈ കൊടു. നമ്മുടെ പുനലൂര് കാണാൻ എല്ലാരും ഹായ് പറഞ്ഞോ. കുറേ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഭയങ്കര സന്തോഷം. എല്ലാവരും ഓടി വന്ന് സംസാരിച്ചിട്ടോ എല്ലാവരും ഡാൻസിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു രസവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. അപ്പൂസിൻ്റെ ദഫ്മുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്കിലും കാണാം, അച്ഛൻ്റെ ഡാൻസോ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല. നമ്മുടെ പൊന്നൂസിനെ മോണ്ടനെ സ്കൂൾ പോലെയല്ല, ഇവിടെ ഫുൾ പ്രോഗ്രാമും അവാർഡ് കൊടുക്കുന്നതും എല്ലാം രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡാൻസിൻ്റെ ഇടയ്ക്കാണ് പ്രോഗ്രാമൊക്കെ. കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ അക്ക തന്നെ പറഞ്ഞു അക്കക്ക് തുമ്മൽ വരുന്നു, ഈ പൊടി അടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വീട്ടിൽ വന്നു. അപ്പോൾ ദേ അക്ക ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ടൗണിൽ നിന്ന് പിസ്സയും മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊരു തുമ്മണി കഴിച്ചിട്ട് ദേ എല്ലാവരും കിടക്കാൻ കയറിയിട്ട് പൊന്നൂസും മോനൂട്ടനും കളിയും ബഹളവും 1 മണിയായിട്ട് ഉറക്കമില്ല. ആരും എണീച്ചിട്ടില്ല ഫ്രണ്ട്സ്. ഞാനും അണ്ണനും എണീച്ചു കേട്ടോ. അക്കയും ആരും എണീറ്റില്ല. കാരണം എല്ലാവരും ഇന്നലെ രാത്രി ഇന്ന് സംസാരമൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ രാവിലെ നിസ്കരിക്കാനായിട്ട് ഉറങ്ങത്തില്ല, എവിടെ സംസാരിക്കുന്നു. ഹായ്. രാവിലെ എണ്ണിച്ചോ? രാവിലെ നീ എണ്ണിച്ചോ? ഇങ്ങോട്ട് നോക്ക്. ഹായ് പറ. കാറ്റോട് ഹായ് പറ. എന്തുണ്ടമ്മ പറ. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇറച്ചിയുടെ പരിപാടിയാണല്ലേ? അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പോത്തുംകാല്. പോത്തുംകാല് റെഡിയായി വരാൻ സമയം എടുക്കില്ല. നമുക്ക് ഉച്ചക്കത്തേക്ക് നമുക്ക് ഇറച്ചിയും കരളും കൂട്ടി ചോറ് കഴിക്കാം. വൈകിട്ട് പോത്തുംകാലായിട്ട് അതിന് ശേഷം നമുക്ക് വൈകിട്ട് പൊറോട്ട ആക്കാം അല്ലേ? ഒരു കൈ ഹായ് വിടുമ്മ. ഇത് ഞങ്ങളുടെ വീഡിയോയിലെ കമന്റ് ഒക്കെ വായിക്കാറുണ്ട്. ഇതാണ് ഫ്രണ്ട്സ് പതക്കരള്. അതോ പഴനാക്കോ? പതക്കാറില് ചില ആൾക്കാർ ഒത്തിരി തിന്നാ ഒക്കത്തില്ല. വളവളവളല്ലേ സ്വരം ഉറങ്ങി എണീറ്റപ്പോ എന്തോ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ആർക്കും കുഴപ്പം? തുറക്കാൻ കാത്തിരിക്കും. എല്ലാത്തിനും ഇതുകൊണ്ട് കണ്ട ചാടി. എന്റെ അമ്മേ. ചീനി ഇന്നലത്തെ മീൻകറി ആട്ടോ. ഇന്നലെ നമ്മൾ രാത്രി കഴിച്ചു. ഊറ്റണം. ഇവിടെ എല്ലാം എണീറ്റ് ആദ്യം എടുത്തിട്ട് എന്തോ തെരുത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയേ. അത്താഴം വിളിച്ചപ്പോ മെല്ലെ തന്നിട്ട് അവന്റെ അടുത്ത് പറയാ പേടിയാ പേടിച്ച് തൂറൻ നാണോ? കളി ഇവിടെ ഇരുന്നോ. അമ്മ ഉള്ളിലേക്ക് എരിഞ്ഞ് വെച്ചിട്ട് അമ്മക്ക് ഭയങ്കര സ്പീഡായിട്ട് രണ്ടെൻ്റെ അമ്മക്ക് ചെറുള്ളി ആണല്ലോ. ഞാനൊക്കെ നീ താളുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. ചെറുള്ളി സവാള ചീനി മേടിച്ചിട്ട് വരും അമ്മ. അണ്ണൻ കൂടെ സഹായിക്കട്ടെ എന്നമ്മ. സഹായിക്കട്ടെ. കഴിച്ചോ. മോനൂട്ടന് പൊറോട്ട ഇല്ലയോ? മോനൂട്ടന് പൊറോട്ട ഇല്ലേ? ഓ ഒഴിക്കാടി. നമ്മുടെ ഉച്ചത്തേക്ക് വലിയ പരിപാടി ഉള്ളതുകൊണ്ട് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. എന്തുവാ? കടലക്കറി വേണോ സാമ്പാർ വേണോ? 2 വേണം. ഒഴി ഇത് ഒഴിക്കട്ടെ. ഒഴി സാമ്പാർ വേണോ കടലക്കറി വേണോ? നീ അംഗൻവാടി പോക്കണ്ടോ? ഇല്ല അവന് 2.5 വയസ്സായത്. അംഗൻവാടി പോകുന്നില്ല. അംഗൻവാടി വിടുന്നില്ലെന്ന്. ഇവിടുത്തെ അംഗൻവാടി ഈ പൂച്ചയുടെ ഹസ്ബൻഡ് നാടൻ പൂച്ചയാണ് കേട്ടോ. ഒരു കണ്ടം പൂച്ച. അപ്പൊ ഇത് മറ്റേ പോന്നു ആ കാറിന്റെ അവിടെ കണ്ടോ?
ഇത് പേർഷ്യൻ കേറ്റ് ആണെങ്കിലും ഇനി ജനിക്കുന്ന കുട്ടികളൊക്കെ നാടൻ കുട്ടികളാണ്. ആണ് ആണമ്മ, ഇത് പ്രസവിച്ച നാടൻ കുട്ടിയാ. കഴിഞ്ഞ വേണ്ട പൂച്ച അതാണ്ട പൂച്ച. ഇത് പതക്കരണം അമ്മ. ഇത് പഴനാക്കാണോ? പഴനാക്കും പതക്കരണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പോത്തുംകാലാട്ടോ ഫ്രണ്ട്സ്. ഇത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് മനസ്സിൽ ആലോചിച്ചിട്ട് നിൽക്കണം. അപ്പം ഈ ലവ് നിറയണം. അതല്ല റെഡി വാ. കാരണം എന്നെ തന്നെ ആലോചിക്കണം, എന്നെ തന്നെ. നമുക്കണ്ണേ ആ ലവ് നിറയ്ക്കണമെന്ന്. അത് പറയല്ലേ ശരിയാ കേട്ടോ, ആവതില്ല. ഞാൻ ഗ്ലാസ് പൊട്ടിയും പോകും നമുക്ക് ഗ്ലാസ് പൊട്ടും നമുക്ക്. ഈ പോത്തുംകാല് കുക്കറിലിട്ട് അടിക്കാന്നാണ് അക്ക പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് നാളെ ഒന്നും നടക്കൂല. അപ്പോൾ ഇവിടുത്തെ കടയിൽ കൊണ്ടുപോയിക്കുമായിരുന്നു വലിയ കുക്കറൊക്കെ. അങ്ങനെ എണ്ണം പോയി കുക്കറൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അടുക്കളയിൽ കിടന്ന് എല്ലാവരും കൂടി വരുമ്പോഴത്തേക്ക് ഒരു ശ്വാസം മുട്ടലായിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇങ്ങ് മാറിക്കൊടുത്തു. ഉച്ചത്തേക്കുള്ള ഇറച്ചിക്കറിയും പതക്കരളും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വരട്ടി എടുക്കുവാണ്. ഇത് നമ്മുടെ പോത്തിൻ്റെ തലമൂളയാണ്. മുട്ടയെന്നൊക്കെ ചില നാട്ടിൽ പറയും കേട്ടോ. അതെടുക്കുക. തേങ്ങ വല്ല ഇടുവോ? ഇത്രേ ഉള്ളോ? പോത്തിൻ്റെ തലമൂള അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഇത്രേ ഉള്ളൂ, മുട്ടത്തോരം പോലെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കണ്ടോ പാത്രങ്ങൾ വെച്ചാണ് കളി. എന്തോ ചെയ്യും അച്ചു ഇതിനകത്ത്? ചോറും കറിയും ഉണ്ടാക്കും ഇലയൊക്കെ വെച്ചിട്ട്. ഓ തോരൻ. പണ്ട് ഞങ്ങളും ഇങ്ങനെ ആയിരുന്നു, ചിരട്ടയിൽ ചോറും കറിയും വെച്ചുള്ള കളി. അതിപ്പോൾ പൊന്നൂസും മോണ്ടനും അച്ചുവൊക്കെ പാത്രത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അച്ചുവിന് പിന്നെ അതേ അടുക്കളയിൽ നിന്ന് പാത്രം എടുത്തോണ്ട് വന്നിട്ടാണ് കളി. പഴയ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ അവർക്കൊരു രസം. അപ്പം അതേ നമ്മുടെ വാഴയിലിട്ടു. അതിനകത്ത് തലമൂള തട്ടുവാണ്, പോത്തിൻ്റെ തലമൂള. അണ്ണ അത് ഇച്ചി കൂടെ ഉണ്ട്. ആ വാഴയില ഞങ്ങൾ വെട്ടി. ചീനി 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 ആയിട്ടോ. ഇത്ര മതി ഇത്ര മതി ഇത്ര മതി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ തലമുള കഴിക്കാൻ പോണെ. എല്ലാരും കഴിച്ചോ. തലമുള തലമുള എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചൂട് മുളകൊടിയും ഇതൊക്കെ കുരുമുളകൊക്കെ അത്രേ ഉള്ളൂ. ഞാനൊരു ഇത്തിരി ഒരു വാ വെച്ചു. എല്ലാവർക്കും 1-2 വാ വെച്ച് കഴിക്കാനുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എല്ലാം ആയി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടായി. ഇത് ഞങ്ങൾ ഇന്നലത്തെ ചോറ് ഒത്തിരി ഉണ്ടായിരുന്നു. ചീനി വെക്കിയ ഒരു പാത്രം എടുത്തുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ എടുത്തോണ്ടും പറഞ്ഞു. അത് കൊള്ളാലോ. പരിപ്പ് പരിപ്പുള്ളതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അവര് പരിപ്പും കഴിച്ചോണ്ട് എന്റെ സ്വരം പ്രശ്നമാണെന്ന് എല്ലാരും പറയും. പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പനിയായപ്പോ സൗണ്ട് മാറി. വീഡിയോയിലൊക്കെ പറഞ്ഞു ഇതെന്തോ സ്വരമെന്നൊക്കെ ചെയ്യാത്തോണ്ടാട്ടോ. ഇന്നലത്തെ മീൻ കറി. ഇനി ചീനി എടുക്കണം. എല്ലാരും ചീനി, പരിപ്പ്, പച്ചക്കറികള്, പോത്തിറച്ചി, ചോറ്. ഇത്രയും നമ്മുടെ സ്പെഷ്യലാണ്. ഇതിന് വേറെ കാര്യമൊന്നും ഇല്ല. മതിയല്ലോ. അല്ല മതി. അത് മോരറിയൊന്നും ഇല്ലല്ലോ. പരിപ്പുള്ള മോര് വെക്കും. 2:45 ചോറ് കഴിക്കുന്നത്. അത് എൻ്റെ നിർബന്ധത്തിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാനാണ് കഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 1 മണി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ സമയം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം കഴിക്കുന്നതും ബുദ്ധിമുട്ട് വരും. അങ്ങനെ എല്ലാത്തിനും കൂടെ പിടിച്ച് വലിച്ച് ഞാനങ്ങിരുത്തി. പിള്ളേർക്ക് എല്ലാവർക്കും കളിച്ചാൽ മതി, അവർക്ക് ഫുഡൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുംകാല് അമ്മ ഇങ്ങനെ കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനി ഇത് കുക്കറിലിട്ട് അടിച്ച് എടുക്കും. അല്ലെങ്കിൽ അടുപ്പിൽ കിടന്നാണെങ്കിലും ഒരുപാട് വേവേണ്ടതാണ്. അപ്പോൾ കുക്കറിലിട്ട് അടിച്ചെടുത്താൽ ഒന്നുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതേ കുക്കറിൽ അക്ക ഒരു 10 വിസിലെങ്ങാണ്ട് അടുപ്പിച്ചിട്ടാണ് ഈ പരുവായി കിട്ടിയത്. സമയം ഒരു 3-3:30 ആയിട്ടുണ്ട് കേട്ടോ. രാത്രിത്തേക്കാണെങ്കിലും ഇത് അവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റണമെന്നാണ് അക്ക പറഞ്ഞത്. അക്ക ഇതിനു മുമ്പും പോത്തുംകാല കറി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് അടുപ്പിലിരുന്നതാ ഈ വെള്ളം മൊത്തം വറ്റി 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 സെറ്റാവുമ്പോൾ ഈ നമ്മുടെ ഈ പോത്തുംകാല് കറി റെഡി ആവും കേട്ടോ. അക്ക ഇതിനു മുമ്പ് 2 3 വട്ടം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അക്കക്ക് ആ ഒരു പരുവ് അറിയാം കേട്ടോ. പിന്നെ ഒരു 4 മണിക്കൂർ ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഈ പരുവായിട്ടുണ്ട് കറി. ഞങ്ങൾക്ക് തന്നെ 2 മേക്കപ്പ് ബോക്സ് ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പൂസിന് അത്ര നീളമുണ്ട്, അതുകൊണ്ടാ അണ്ണ ഇറങ്ങിയിട്ട് അങ്ങ് പോയി ചവിട്ട്. ആ താഴെ ഇറങ്ങിട്ട് ചവിട്ടാം. എനിക്ക് വയ്യ, എന്തൊക്കെയാ കാണണം. നിന്നെ കേട്ടെ വേണ്ട, എനിക്ക് ഞാൻ തന്നെ വീഴുമെന്നാണ്. പണ്ടെങ്ങാണ്ട് ഓടി ഒരു ഇതേ ഉള്ളൂ. പിള്ളേരെ തല ഒത്തിക്കോ. സന്ധ്യയായപ്പോ എല്ലാരും ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോ അപ്പൂസിന്റെ അച്ഛൻ്റെ സൈക്കിൾ കൊണ്ടൊന്ന് ചുമ്മാ ഇറങ്ങിയതേ ഉള്ളു കേട്ടോ. ആ സീറ്റ് പൊക്കി വെച്ചാലേ ഇവർക്കൊക്കെ ചവിട്ടാൻ പറ്റും. ചേമ്പലങ്ങൾ നടക്കുക ഗൈസ്. എടുത്തു ആ സെറ്റ് സെറ്റ് സെറ്റ്. ആ സാധാരണ വയനാടും തിരുവനന്തപുരം ഒക്കെ തിരഞ്ഞെടുക്കുന്ന സാധനം അവസാനം ദേ ഇവിടെ കിട്ടി. അടി പിടിച്ചോക്കാം. ഫസ്റ്റ് അമ്മ അല്ലേ? ആ 4 കാലെടുത്ത് വെച്ചോ. ശരിയാ, ചാറ് ചാറ് ഒഴിയണ്ടേ? അല്ലാതെ കമത്തി ഒഴിയടി. ഓ നെയ്യ് നെയ്യ് പിന്നെ നടുക്കിലത്തെ നെയ്യ്. ആ ഇനി ഓരോ പൊറോട്ട എടുത്ത് ഇങ്ങനെ മുക്കി കഴിക്കാം. മതി. നാളെ മക്കളെ ഇതാ കാല്. നിങ്ങൾ കഴിക്കുന്നുണ്ട്. വിസ്മി പറയാ തിന്നെല്ലാരും. എനിക്ക് വീഡിയോ എടുക്കട്ടെ. സ്റ്റാൻഡ് എടുത്താൽ ഈ ഒരു ലൈവായിട്ട് എടുക്കുന്ന കിട്ടത്തില്ല. അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടം. അച്ഛന് ഇന്നലെ രാവിലെ കഴിച്ച് ഇഷ്ടപ്പെട്ട് ഇത് ഇഷ്ടപ്പെട്ടു. അത് ഇന്നല്ലേടി മുന്നു സൈഡ് നോക്ക്. കൈ കൊള്ളാവാ. മോനെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടോടി? അതങ്ങനെ അതങ്ങ് മോനുകുട്ടനല്ല, ചങ്കക്കുട്ടനാ. ക്യാമറ വരുന്നത് കഴി എനിക്കിഷ്ടപ്പെട്ടു. ഇടയ്ക്കൂടെ ടീച്ചർമ്മയുടെ വാത കയറും. തിന്നാൻ പറ്റുമോ? അതാ തിന്നണ്ടേ. ഇനി ആ പത്തിരിയിൽ മുക്കിയ തിന്നെ അതല്ലേ അറിയാം. സൂപ്പറാ. ഞാൻ പോത്തിന്റെ കഴിച്ചിട്ടില്ല, മട്ടന്റെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. സാധനം വെച്ചാ അല്ല, നമുക്കിത് ചെയ്യാന്നുള്ളത് എളുപ്പമാ, പക്ഷെ ഇത് മെനക്കേടാ. കാരണം അതിന് ഒരു 5-6 മണിക്കൂറിന്റെ സമയം നമ്മൾ കളയേണ്ട വരും. അതുകൊണ്ടാണ് മെനക്കേട് കൊണ്ടാണ് ഇത്.
എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു സന്തോഷം, അത് ഒരു ഒന്നൊന്നര സന്തോഷമാണ്. ആ ഫുഡും തീരുന്നത് നമ്മളറിയില്ല, സമയം പോകുന്നത് നമ്മളറിയില്ല. അത്രയ്ക്ക് രസമാണ്. ഓരോ തമാശകളൊക്കെ പറഞ്ഞും ഒക്കെ ഇങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ.